ഹായ് ഫ്രണ്ട്സ്, ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. എല്ലാവരും എന്നും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഓവുലേഷനെ പറ്റിയിട്ടാണ്. ഓവുലേഷൻ നടക്കുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളും ഒരുപാട് ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. ഓവുലേഷൻ അടുക്കാറാകുമ്പോഴും അതുപോലെ ഓവുലേഷൻ ഡേയിലും അതുപോലെ തന്നെയാണ് ഓവുലേഷൻ കഴിയുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് മിസ്സാവാതെ തന്നെ എത്തുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓവുലേഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഈ ഒരു ദിവസം നമ്മൾ ഫൈൻഡ് ചെയ്ത് സ്ത്രീയും പുരുഷനും പരസ്പരം ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പോഴാണ് ഗർഭധാരണ ശേഷി അവിടെ ഉണ്ടാകുന്നത്. ഓവുലേഷൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് പാകപ്പെടുത്തിയ ഒരു അണ്ഡം, അതായത് വളർച്ചയെത്തിയിട്ടുള്ള അണ്ഡം പുറന്തള്ളപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഓവുലേഷൻ അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഓവുലേഷൻ സമയത്ത് നമ്മുടെ ശരീരത്തിൽ, അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ കുറച്ച് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ കാണാം. അതിൽ എടുത്തു പറയേണ്ട ലക്ഷണം എന്ന് പറയുന്നത് സെക്സ് ഡ്രൈവിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, അതുപോലെ തന്നെ സെർവിക്കൽ മ്യൂക്കസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അങ്ങനെ ചില ലക്ഷണങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഓവുലേഷൻ്റെ കഴിയുമ്പോഴും ചില സ്ത്രീകളിൽ ഒരു ടെൻഷനാണ് സത്യത്തിൽ. ഓവുലേഷൻ കഴിഞ്ഞിട്ടാണോ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടത്, അല്ലെങ്കിൽ ഓവുലേഷൻ അവർക്ക് മിസ്സായോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് സ്ത്രീകൾ ചില സമയങ്ങളിൽ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത്തരം ഡൗട്ടുകളെല്ലാം ഒന്ന് ക്ലിയർ ആകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സെർവിക്കൽ മ്യൂക്കസിലാണ്. സെർവിക്കൽ മ്യൂക്കസ് എന്താണെന്ന് അറിയാമല്ലോ. സ്ത്രീകളുടെ സെർവിക്സിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഡിസ്ചാർജിനെയാണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് വെച്ചിട്ടാണ് നമ്മൾക്ക് ഓവുലേഷൻ നടക്കാറായോ എന്നും അല്ലെങ്കിൽ ഓവുലേഷനിലാണോ എന്നും അതുപോലെ ഓവുലേഷൻ കഴിഞ്ഞോ എന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ആർത്തവത്തിൽ നമ്മൾക്ക് ത്രൂ ഔട്ട് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ്. ഓരോ സ്റ്റേജസിലും ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ടും ഈ ഒരു സെർവിക്കൽ മ്യൂക്കസിൽ ഉണ്ടാകുന്ന മാറ്റം. ഓവുലേഷനോട് അടുക്കുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ കാണുന്ന ആ ഒരു സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ് വൈറ്റ് കൺസിസ്റ്റൻസിയിലുള്ള, നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വഴുവഴുപ്പോട് കൂടിയിട്ടുള്ള ഒരു വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഡിസ്ചാർജ്, അതായത് ഈ ഒരു വഴുവഴുപ്പോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജ് അപ്രത്യക്ഷമാവുകയും പകരം ഒരു കട്ടിയുള്ള ഡിസ്ചാർജ് ആയിട്ട് അത് മാറുകയും ചെയ്യുന്നു. എന്നാൽ നമുക്കത് തീരെ വലിച്ചു നീട്ടാനൊന്നും സാധിക്കില്ല. ആദ്യത്തെ ഡിസ്ചാർജ് നമുക്ക് വലിച്ചു നീട്ടാൻ സാധിക്കുന്ന ഡിസ്ചാർജ് ആയിരുന്നു ആ ഒരു ഓവുലേഷൻ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയോടുകൂടിയ എന്നാൽ വലിച്ചു നീട്ടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും. ഏകദേശം ഒരു മിൽക്കി വൈറ്റ് കളർ എന്നൊക്കെ ഒന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഡിസ്ചാർജിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം, നിങ്ങൾക്ക് ആ ഒരു വഴുവഴുപ്പോട് കൂടിയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നിന്ന് മാറിയിട്ട് കട്ടിയോട് കൂടിയിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് ഈ ഒരു ഡിസ്ചാർജ് മാറുകയാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഓവുലേഷൻ പീരീഡ് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ആ ഒരു ഫെർട്ടൈൽ പീരീഡ് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനർത്ഥം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എങ്കിലും ഇതുപോലെ ഈ ഒരു ഡിസ്ചാർജ് വീണ്ടും മാറുന്നു. അതിൽ കളറിലും വ്യത്യാസമുണ്ടാകും, അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറിലും കുറച്ച് വ്യത്യാസം ഉണ്ടാകും. അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.